അവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പം നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. അപ്പം മത്സരം ഇങ്ങനെ പുരോഗമിക്കാൻ വേണ്ടിയിട്ട് സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ചന്ദ്രബോസ് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ തുടങ്ങണം, കാരണം ഇനി ആരെയും വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നു. അപ്പോൾ അവർ പറയുന്നത് ഏതായാലും 5 മിനിറ്റ് നമുക്ക് സമയം കൊടുക്കുക, അവരെന്തോ വഴിയിൽ എന്തോ തടസ്സമുള്ളത് കൊണ്ടാണ് വരാത്തതെന്നൊക്കെ പറയുന്നു. അങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഇതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ വിഷ്ണുവിനെ ശാലിനി വിളിക്കുന്നുണ്ട്, ഇങ്ങനെ ഗുണ്ടകളെ ഉപദ്രവിക്കുന്നു പറഞ്ഞ്. അങ്ങനെ വിഷ്ണു ഈ സത്യഭാമയുടെ കാറിൽ നിന്നിറങ്ങി ഒരു ബൈക്കിൽ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ഗുണ്ടകളെ എടുത്തിട്ട് നന്നായി പെരുമാറുകയാണ്. അങ്ങനെ കൂടെയുള്ള പുള്ളിയോട് പറഞ്ഞിട്ട് കമലിൻ്റെ കെട്ടുകളൊക്കെ അഴിപ്പിക്കുന്നു. അങ്ങനെ അവിടുന്ന് അവരെ രക്ഷിക്കുകയാണ്. അപ്പോൾ കമലിനോട് പറയുന്നുണ്ടാവും നാളത്തെ എപ്പിസോഡിൽ അതായിരിക്കും, നിങ്ങൾ പൊക്കോ, ഇവരുടെ കാര്യം ഞാൻ കൈകാര്യം ചെയ്തോളാമെന്ന്. ഇതേ സമയത്താണ് നൂറും സത്യഭാമയും പോയ വണ്ടിയാണെങ്കിൽ വഴിയിൽ ഈ ബ്ലോക്ക് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ബ്ലോക്ക് മാറ്റാൻ വേണ്ടി നൂറ് ഇറങ്ങുമ്പോഴത്തേനും ഈ ഗുണ്ട സമ്മതിക്കത്തില്ല. അങ്ങനെ അവിടെ അടിയുടെയും പ്രശ്നങ്ങളാവുന്നു. അപ്പോൾ അവരെ രക്ഷിക്കാനായിട്ട് നമ്മുടെ അനൂപും എത്തുകയാണ്. അങ്ങനെ എന്തായാലും രണ്ടുപേരെയും രക്ഷിക്കുന്നുണ്ട്. ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിൻ്റെ അവിടെ ഈ ആങ്കർ ആണെങ്കിൽ ഇങ്ങനെ ഓരോന്നൊക്കെ സംസാരിക്കുകയും വിളിച്ചു പറയുകയും ചെയ്യും. അപ്പോൾ ആണ് കാറിൽ ഒരാൾ വന്നിറങ്ങുന്നത്. അപ്പോൾ ആങ്കർ പറയുകയാണ് നമ്മുടെ ചലച്ചിത്ര താരമായ രേഖ വരുന്നുണ്ടെന്നോ. അങ്ങനെ രേഖ കാറിൽ നിന്ന് ഇറങ്ങി വരുന്നൊക്കെയുണ്ട്. അപ്പം ജഡ്ജായിട്ട് വരുന്നത് രേഖയാണ്. അപ്പോൾ മത്സരത്തിൽ ആരാണ് വിജയെ കണ്ടെത്തുന്നത് അവരായിരിക്കും, കാരണം അവരായിരിക്കും ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് ആരാണെന്ന് കണ്ടെത്തുന്നത്. അങ്ങനെ അവരെ സ്റ്റേജിലേക്ക് ആനയിക്കുന്നു. അപ്പം നമ്മുടെ സുസ്മിതയും നമ്മുടെ ചന്ദ്രബോസും എല്ലാവരും തിരിഞ്ഞു വയ്ക്കുകയാണ്, ഇതാരാണ് വരുന്നതെന്നുള്ള രീതിയിൽ. അങ്ങനെ അവരെ സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോഴും ഈ നമ്മുടെ സത്യഭാമയും ശാരദയും ഒന്നും ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ അവർക്ക് വേണ്ടി കുറച്ച് സമയം കൂടെ എന്തായാലും അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും അവരെത്തും. അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ അതാണുള്ളത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.